എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ കാണിച്ചു തരുവാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ശിവരാത്രി ദിവസം എല്ലാ വർഷവും ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ഇതാണ് ചാണകവറളി കത്തിച്ചിട്ട് ഭസ്മം ഉണ്ടാക്കുന്ന ചടങ്ങെന്ന് പറയുന്നത്. സാധാരണ ശിവരാത്രി ദിവസമാണ് ഈ ഒരു ചടങ്ങ് വീടുകളിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ മീഷോയിൽ ഓൺലൈനിൽ വാങ്ങിയ വസ്തുക്കളാണ്. ഒന്നുപോലും വീട്ടിൽ ഉണ്ടാക്കിയതല്ല. പണ്ട് കാലത്തൊക്കെ നോർമലി ചാണകമൊക്കെ വീട്ടിൽ നിന്ന് ഉരുളകളായിട്ട് 7 ദിവസം മുന്നേ ഉരുളകളായിട്ട് ഉണങ്ങാൻ വെക്കുമായിരുന്നു. 7 പകലും 7 രാത്രിയും, അതായത് 7 സൂര്യപ്രകാശവും 7 നിലാവിൻ്റെ പ്രകാശവും കാണിച്ചിട്ട് ആ രീതിയിലായിരുന്നു ഉണക്കിയെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചാണകവറളി ഓൺലൈനിൽ വാങ്ങുകയാണ് ചെയ്തത്. അതുപോലെ താഴെ പാകി വെച്ചിരിക്കുന്നത് ഉമിയാണ്. നമ്മുടെ നെല്ല് കൊയ്തിട്ട് നെല്ല് കുത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉമിയാണ് താഴെ പാകി വെച്ചിരിക്കുന്നത്. അതും ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിയത്. റൈസ് ഹസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉമി ഓൺലൈനിൽ ലഭിക്കും. അതിനുശേഷം അതിന് മുകളിൽ ദശാംഗം പൗഡർ, നമ്മൾ ധൂപത്തിനൊക്കെ കത്തിക്കുന്ന പൗഡറാണ് ഇട്ടേക്കുന്നത്. അത് ഈ ഒരു ഉമി നീറുന്ന സമയത്ത് നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ് ദശാംഗം പൗഡർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാണകവറളി നമ്മൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒറ്റ സംഖ്യാ നമ്പറിലായിരിക്കണം എടുക്കേണ്ടത്. പൊതുവെ 11 എണ്ണമാണ് എടുക്കുക. ഞാനിവിടെ 11 എണ്ണമാണ് യൂസ് ചെയ്തത്. അതിനുശേഷം അതിന് മുകളിലേക്കായിട്ടും ഇതുപോലെ ഉമി വിതറിയിട്ട് അതിന് മുകളിൽ വീണ്ടും ദശാംഗം പൗഡർ വിതറി, അങ്ങനെ ഇതൊരു ലെയറായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ സന്ധ്യാനേരമാണ് ചെയ്യുന്നത്. കണ്ടോ, സന്ധ്യാനേരമാണ് ഞങ്ങൾ ഈ ഒരു സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ള സമയമാണ് ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. അങ്ങനെ ഉമി മുഴുവനായിട്ടും വിതറി ആ ഒരു ചാണകവറളി മൂടിയ ശേഷം അതിന് മുകളിൽ വീണ്ടും ദശാംഗം പൗഡർ വിതറുകയാണ് ചെയ്യുന്നത്. ദശാംഗം പൗഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗുരുവായൂരിൽ അതുപോലെ തന്നെ പ്രധാന ക്ഷേത്ര നഗരികളിൽ നിന്നും പൂജാ സ്റ്റോറിൽ നിന്നൊക്കെ ലഭിക്കുന്നൊരു സാധനമാണ്. നമ്മൾ അത് വീട്ടിലെ ധൂപം കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതിന് ശേഷം നമ്മൾ നിലവിളക്ക് ഓൾറെഡി പൂജാമുറിയിൽ കത്തിച്ചിട്ടുണ്ടാകും. അതിൽ നിന്നും ഒരു തിരി എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഉമിക്ക് തീ കൊളുത്തുകയാണ് ചെയ്യുക. അതാണ് ശിവരാത്രി ദിവസം പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു ചടങ്ങായിട്ട് എല്ലാ വീടുകളിലും ചെയ്തു വരുന്നത്. ഇത് ഇന്ത്യ ഒട്ടാകെ പണ്ടുകാലം മുതലേ ആചരിച്ചു വരുന്ന ഒരു ചടങ്ങായിരുന്നു. ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും അത് മങ്ങിപ്പോയി. എല്ലാ സ്ഥലങ്ങളിലും പണ്ടുകാലത്ത് ഇത് ചെയ്യുമായിരുന്നു. അതിനുശേഷം അതിന് മുകളിൽ ഈ ഒരു കത്തുന്ന തീക്ക് മുകളിൽ നമ്മൾ ഉണങ്ങിയ തുളസിയുടെ കമ്പുകൾ കൊണ്ടുവയ്ക്കും. നമ്മൾ പൊതുവെ തുളസി ഉണങ്ങിയാൽ പോലും അത് കളയാൻ ആവശ്യമില്ല. അത് ഇത്തരം ഭസ്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തുളസി ഉപയോഗിക്കാറുണ്ട്. ഇതിൽ പച്ച തുളസി ഒരിക്കലും എടുക്കരുത്. പച്ച തുളസി കത്തിക്കുന്നത് മഹാപാപമാണ്. പക്ഷേ തുളസിയുടെ ഉണങ്ങിയ കമ്പുകൾ, ഉണങ്ങിയ ചില്ലകളാണ് ഇതിന് ശേഖരിക്കുക. തുളസിയുടെ കതിരൊരിക്കലും ശേഖരിക്കാൻ പാടില്ല. ഉണങ്ങിയ കമ്പുകൾ മാത്രം. തുളസി ചെടി ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കമ്പായിരിക്കും ഉപയോഗിക്കുക. അങ്ങനെ രാത്രി മുഴുവനും ഈ ഒരു ഉമി നീറി അവസാനം രാവിലെ ആകുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ചാണകവറളി മാത്രം ഒരു ഭസ്മത്തിൻ്റെ രീതിയിലൊരു വെളുത്ത കളറിലേക്ക് വന്നു. ബാക്കി ഉമിയൊക്കെ കറുത്ത കളറിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് വിളക്കൊക്കെ കത്തിച്ച ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാണകവറളി ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ വിഭൂതി എന്നാണ് പറയുക. ഈ ഒരു വിഭൂതി അത് പൊട്ടാത്ത രീതിയിലെടുത്തിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് ഈ വിഭൂതി മുഴുവനും ആ വെള്ളത്തിലേക്ക് ഇടുകയാണ് വേണ്ടത്. അതിനുശേഷം ഇത് മെയിനായിട്ടും എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള മോശമായിട്ടുള്ള കരിയും അങ്ങനെ ഉള്ള ബാക്കി എല്ലാ കാര്യങ്ങളും പോയിട്ട് ശുദ്ധമായ ഭസ്മം മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് അത് വേഗം ഊറി താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്തെ കരിയൊക്കെ ഇങ്ങനെ മുകളിൽ പൊങ്ങിക്കിടക്കും. ബാക്കി നല്ല ശുദ്ധമായ ഭസ്മം മാത്രം താഴെ ഇങ്ങനെ പോയി നിൽക്കുകയാണ് ചെയ്യുക. അങ്ങനെ 3ഓ 4ഓ വെള്ളത്തിൽ കഴുകിയിട്ട് ഉണങ്ങാൻ വെക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം ഒരു ദിവസം കഴിയുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ കാണുന്നത്. അതിനകത്തേക്ക്
ഭസ്മമായി കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമ്മളതിലേക്ക് ജവാദിൻ്റെ പൗഡർ ഇടുകയാണ് സുഗന്ധത്തിന് വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ യൂസ് ചെയ്തത് ദശാങ്കം പൗഡറാണ്. അത് ധൂപം കത്തുന്ന സമയത്ത് നല്ല മണം വരാൻ. ഇത് ജവാദ് പൗഡർ, ഇതും പൂജാ സ്റ്റോറുകളിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ നല്ലൊരു പാത്രത്തിൽ ഇത് ഇട്ടിട്ട് നമുക്ക് ഈ വർഷം മുഴുവനും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നന്ദി, നമസ്കാരം.